ശ്രീരാമനെ 1200 കോടി രൂപ കൊള്ളയടിച്ചു. അയോധ്യ രാമജന്മഭൂമിയിൽ 5000 കോടിയോളം കവർച്ച നടന്നു എന്ന് പറയപ്പെടുന്നു. ചില ഫിഗേഴ്സ് 200, 1200, 2000, 5000 കോടി രൂപ കളവ് പോയി എന്ന് പറയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കളവ് പോയി. ഇന്ന് SIT ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് റിപ്പോർട്ട് സമർപ്പിച്ചു. തീവ്ര ഹിന്ദുത്വവാദികൾ ആണ് അതിന്റെ പിന്നിൽ എന്നാണ് കാര്യം. ആ ട്രസ്റ്റിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തീവ്ര ഹിന്ദുത്വ പശ്ചാത്തലമുള്ളവരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരാണ് ഇത് പിന്നിൽ എന്നാണ് അതിശക്തമായ സൂചനകൾ ഉള്ളത്. ഈ വാർത്ത ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണമെന്നുണ്ട്, പറയുന്നില്ല. ന്യൂസ് 18ന്റെയും ഏഷ്യാനെറ്റിന്റെയും വാർത്ത കേൾക്കാം. ഏറ്റവും കൂടുതൽ സംഘപരിവാർ സുഹൃത്തുക്കൾ ജനൻ TV കഴിഞ്ഞാൽ കാണുന്നത് ന്യൂസ് 18 ന്യൂസ് 18ന്റെ വാർത്ത നോക്കാം. അതിനോടൊപ്പം ക്രിസ്ത്യാനിയായ വിജയ് തമിഴ്നാട്ടിലെ അമ്പലങ്ങളെ രക്ഷിച്ചു. DMK സർക്കാർ കൊണ്ടുവന്ന അമ്പലങ്ങളുടെ കാശെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന 246 കോടി രൂപയുടെ പദ്ധതി വിജയ് റദ്ദാക്കി, TVK സർക്കാർ റദ്ദാക്കി. വലിയ സല്യൂട്ടും പ്രണാമവും. ക്രിസ്ത്യാനിയായ വിജയ് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾ കൊള്ളയടിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ന്യൂസ് 18ന്റെ തമ്പനയിലാണ്. 1200 കോടി രൂപയുടെ കൊള്ള, BJPയെ വെട്ടിലാക്കി അയോധ്യ. ഞാനത് എടുത്തു പറയുന്നത് ഇല്ലെങ്കിൽ അത് പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയും ജിഹാദുമാണ് എന്നൊക്കെ പറയും. ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ്, ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് BJP അധ്യക്ഷൻ ഓൺ ചെയ്യുന്ന ഏഷ്യാനെറ്റും RSSലെ സുഹൃത്തുക്കൾ ഏറ്റവും കാണുന്ന ന്യൂസ് 18ന്റെയും വാർത്തകളാണ്. നമുക്ക് രണ്ടും ഒന്ന് കേൾക്കാം. എന്നിട്ട് വിജയ് അമ്പലങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യം കൂടെ നമുക്കൊന്നറിയാം. നമുക്കത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ BJP ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UPയിൽ അമ്പയെ പരാജയമാണ് ആ വിഷയത്തിൽ BJPക്ക് ഉണ്ടായത്. നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും BJP MP സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇതിനിടയിൽ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം BJPയെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്. UP സർക്കാരിന്റെ വലിയ തിരിച്ചടിയായി അത് മാറിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് SIT കൈമാറിയെന്ന വിവരം പുറത്തുവരുന്നു. അയോധ്യ വിട്ടുപോകരുത് എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾക്ക് SITയുടെ നിർദ്ദേശമുണ്ട്. ഏതാണ്ട് 60 കിലോ വെള്ളിക്കെട്ടികൾ കാണാനില്ല സംഭാവനയായി കിട്ടിയത് എന്ന് വ്യാപാരികൾ ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, ഏതാണ്ട് 1400ഓളം കോടി രൂപയുടെ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും സംശയനിഴലിലാണ് രാമക്ഷേത്ര ട്രസ്റ്റ്. വിശ്വാസികൾക്ക് വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇത് പൊറുക്കാവുന്ന ഒരു തെറ്റല്ല. കാരണം വിശ്വാസികളുടെ വലിയൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ വലിയ തോതിൽ വഞ്ചന സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീരാമനെ വരെ കൊള്ളയടിച്ചു. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? രഞ്ജിത്ത്, അക്ഷരാർത്ഥത്തിൽ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ ആഴവും വലിപ്പവും എത്ര എന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതായത് ചുരുങ്ങിയത് 200 കോടിക്കും 1400 കോടിക്കും ഇടയിലുള്ള വലിയ ഒരു തട്ടിപ്പ്, അതായത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിട്ടുള്ളത് എന്നതാണ്. ഇനി നമുക്ക് ഏഷ്യാനെറ്റിന്റെ വാർത്ത കൂടെ കാണാം. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കളെ തീവ്ര ഹിന്ദുത്വവാദികൾ പറ്റിക്കാതിരിക്കാനാണ്. ശ്രീരാമന്റെയും അയ്യപ്പന്റെയും പേര് പറഞ്ഞ്, ദൈവത്തിന്റെ പേര് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഈ കൊള്ളയടിച്ചവൻ എന്തെങ്കിലും ഈശ്വരവിശ്വാസം കാണൂ? യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ശ്രീരാമ ഭക്തൻ ഉണ്ടായിരുന്നു, അത് മഹാത്മാഗാന്ധിയാണ്. യഥാർത്ഥ വിശ്വാസിക്ക് അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ കാശെടുക്കാൻ പറ്റില്ല. ശ്രീ വിജയ് യഥാർത്ഥ വിശ്വാസിയാണ്. അതുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ നോക്കുന്നത്, ഇഫ്താറിന് തൊപ്പിയണിഞ്ഞ് മുസ്ലിം സഹോദരങ്ങളുടെ പരിപാടിക്ക് പോകുന്നത്. ശ്രീ വിജയ് നല്ല ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു മാർഗിയാണ്. മഹാത്മാഗാന്ധി അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനത്തെ ആൾക്കാർ കുറവാണെന്നുള്ളതാണ് വിഷമം. റിപ്പോർട്ട് സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് ഞായറാഴ്ച നൽകും. പണാപഹരണം ഏറ്റവും അധികം നടന്നത് ഈ കഴിഞ്ഞ കുംഭമേള കാലത്ത് ആണെന്ന് ഈ റിപ്പോർട്ടിൽ കുംഭമേളയിൽ പോലും അടിച്ചു മാറ്റി. ട്രസ്റ്റ് ഭാരവാഹികളോടും ക്ഷേത്ര ജീവനക്കാരോടും അയോധ്യ വിട്ടുപോകരുതെന്ന് SIT നിർദ്ദേശം നൽകി. ട്രസ്റ്റ് നടത്തിയ ഭൂമി ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ്. ബിനുരാജ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ബിനുരാജ്, ഗുഡ് മോർണിംഗ്. ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തതിന് പകരം ഒരു 3 അംഗ പ്രത്യേക സമിതിയെ നിശ്ചയിക്കുന്നു. ആ സമിതിക്ക് 15 ദിവസത്തെ സമയം കൊടുക്കുന്നു. സമിതിയോട് സന്ദർശിച്ച് പരിശോധന നടത്തുമ്പോൾ തന്നെ
45 ദിവസത്തിന് പിന്നിലേക്കുള്ള CCTV ദൃശ്യങ്ങൾ റിട്രൈവ് ചെയ്യാൻ അടക്കമുള്ള സാങ്കേതികമായ നടപടികൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് പരിമിതിയാണെന്ന് പറയുന്നു. നമ്മളെല്ലാം ഉറ്റുനോക്കിയത് ഈ SIT കൊടുക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ സൂചന എന്താണെന്നുള്ളതാണ്. ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്യാത്തത്. SITയുടെ പ്രാഥമിക വിവരങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാന്ന് കരുതും. സുരേഷ്, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വിശ്വാസികളെ മാത്രമല്ല രാജ്യത്താകെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ അയോധ്യയിലെ സംഭാവന കൊള്ള. അത് എത്ര കോടിയാണ്, അതായത് ഒരു നിഗമനം, ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനമുള്ളത് 200 കോടി എന്നുള്ളതാണ്. ഇന്നലെ കോൺഗ്രസ് ഒക്കെ തന്നെ ആരോപണം ഉന്നയിക്കുന്നത് കുറഞ്ഞത് ഒരു 5000 കോടി രൂപയെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് ആ ആരോപണം ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SIT പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ SITയിൽ ഉള്ളത് ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് S കിരൺ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറി നീൽ രത്തൻ, FIR അന്വേഷിച്ച് വരെ അറസ്റ്റ് ചെയ്യണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് ഇവർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വെളിയിൽ അന്വേഷണം വേണം, കോടതി അന്വേഷണം വേണം. കാര്യം അങ്ങനെ തീവ്ര ഹിന്ദുത്വവാദികളെ പിടിക്കാൻ യോഗി സർക്കാർ സമ്മതിക്കൂ? കാര്യം യോഗി സർക്കാരിന് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന നാണക്കേടല്ലേ? ശ്രീരാമനെ വരെ കൊള്ളയടിച്ച് വരുന്ന കേൾക്കില്ലേ? അപ്പോൾ അതിന്റെ സത്യം വെളിയിൽ വരണമെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ മേൽനോട്ടത്തിലൊരു അന്വേഷണം വേണം. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇവർ ഏതാണ്ട് 100ലധികം ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ തന്നെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്, പ്രത്യേകിച്ച് ക്ഷേത്ര ജീവനക്കാർ, അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് ട്രസ്റ്റ് ഭാരവാഹികൾ. അപ്പോൾ ഇവരുടെ മൊഴികളിലൊക്കെ തന്നെ വലിയ വൈരുദ്ധ്യമുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു നിലപാട് ആ റിപ്പോർട്ടിൽ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതുകൂടി കഴിഞ്ഞു പോരായിരുന്നോ റിപ്പോർട്ട് എന്നുള്ള ചോദ്യത്തിന് തൽക്കാലം മറുപടിയില്ല. അതുകൊണ്ട് രക്ഷിച്ചെടുക്കാൻ നോക്കുകയാണ്, എങ്ങനെങ്കിലും രക്ഷിച്ച് തേച്ചുമാച്ച് കളയാൻ നോക്കുകയാണ്. ഈ ആളുകളോടൊക്കെ ഈ ക്ഷേത്ര നഗരി വിട്ടുപോകരുത്, അയോധ്യ വിട്ടുപോകരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശ്രീരാമനെ വരെ ആലോചിച്ച് നോക്കുക. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട DT ആയിരുന്നു ശ്രീരാമനെ വരെ കൊള്ളയടിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കപ്പോൾ ആ വാർത്തയോട് ചേർത്ത് വായിക്കേണ്ട വേറൊരു വാർത്ത ഇന്ന് തന്നെ വന്ന വാർത്തയാണ്. ക്ഷേത്ര ഫണ്ടുകൾ 246 കോടി രൂപ ക്ഷേത്രത്തിൽ നിന്ന്, ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വകമാറ്റി ചെലവാക്കാൻ മുമ്പത്തെ DMK സർക്കാർ പ്ലാൻ ചെയ്തിരുന്നു. അതായത് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് അടക്കം അമ്പലത്തിന്റെ കാശെടുത്ത് ചെയ്യാൻ. അതെല്ലാം ശ്രീ വിജയ് റദ്ദാക്കി. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടി രൂപയുടെ പദ്ധതികൾ മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന TVK സർക്കാർ റദ്ദാക്കി. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ആഡംബര പദ്ധതികൾക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാതെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമായി നീക്കിവെക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന് കീഴിൽ വരാനിരുന്ന 46 പദ്ധതികളാണ് റദ്ദാക്കിയത്. 130 കോടി രൂപയുടെ 17 വാണിജ്യ സമുച്ചയങ്ങൾ റദ്ദാക്കി. ഈ പദ്ധതികളിൽ ഭൂരിഭാഗവും DMK സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചിരുന്നവയായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് ഇപ്പോഴത്തെ സർക്കാർ വിലയിരുത്തി. അതിനാൽ വാണിജ്യ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ക്ഷേത്രങ്ങളുടെ പൈതൃക സംരക്ഷണത്തിനും ഭക്തരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകാനാണ് വിജയ് സർക്കാരിന്റെ നീക്കം. വളരെ പോസിറ്റീവായ കാര്യമാണ്. അമ്പലത്തിന്റെ, ക്രിസ്ത്യൻ പള്ളിയുടെ, മുസ്ലിം പള്ളിയുടെ, ബുദ്ധവിഹാരത്തിന്റെ സ്വത്ത് അവിടത്തെ പ്രവർത്തനങ്ങൾക്ക്, ഭക്തരുടെ പ്രവർത്തനങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായി, അന്നദാനത്തിനായി, ക്ഷേത്ര ഭക്തരുടെ മക്കളുടെ ആരോഗ്യ സഹായത്തിനായി അല്ലെങ്കിൽ ഇൻഷുറൻസിനായി, വിദ്യാഭ്യാസത്തിനായിട്ടാണ് ചെലവഴിക്കേണ്ടത്. നമ്മുടെ വിജയ് സർക്കാരിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഓർക്കുക, ക്രിസ്ത്യാനിയായ വിജയ് നമ്മുടെ അമ്പലങ്ങളെ സംരക്ഷിക്കുമ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രീരാമനെ അടക്കം കൊള്ളയടിക്കുകയാണ്.